നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. ഒരു ഗ്രഹം മാറുന്നതിന് മുമ്പ് പലരും നമ്മളുടെ കൂടെ ആവശ്യപ്പെട്ട പ്രകാരമാണ്, അത് നമ്മളെ ചാനലിലുള്ളവരും അല്ലാത്തവരും ഈ ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം ശരിക്ക് ഇപ്പോൾ 40,000 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജാതക പ്രകാരവും അവരുടെ കഷ്ടപ്പാടുകളും ഓരോ ഗ്രഹങ്ങളുടെ മാറ്റവും നമ്മൾ അഡ്വാൻസായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നേരത്തെ തന്നെ ശനിമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ധാരാളം പേര് ശനിമാറ്റം വരുന്നതിന് മുമ്പ് തന്നെ അവർ പ്രതിവിധിയൊക്കെ ചെയ്ത് തുടങ്ങി. അതുപോലെ വിഷുഫലം, നമുക്ക് ഒരു വർഷത്തെ ഫലം നോക്കി അതിലും ചില നക്ഷത്രക്കാർക്ക് കൊള്ളായ്മയുണ്ട്, അവർക്കും പരിഹാരം ചെയ്യാം. അതുപോലെ ഇപ്പോൾ വ്യാഴമാറ്റം വരെയാണ്. വ്യാഴം ധനത്തിൻ്റെ ദേവതയാണ്, ധനമാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ മാറ്റം സമ്പത്തിനെ കൊണ്ടുവരും. പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്, പ്രപഞ്ചത്തിലുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഒന്നും സ്ഥിരമായിട്ട് ഉള്ളത് പ്രപഞ്ചത്തിലേ ഉള്ളൂ, ബാക്കിയെല്ലാം സ്ഥിരമല്ല. ചിലപ്പം പൈസയാവിട്ട് ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ കുറേ ദിവസം പൈസ ഇരിക്കും, അത് കഴിഞ്ഞ് അവരല്ലെങ്കിൽ അവരെ മക്കൾ അതിനെ നശിപ്പിക്കും. അപ്പോൾ മറ്റൊരാൾ ദരിദ്രമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നവരടുത്തേക്ക് ഈ പൈസ അങ്ങോട്ട് ചെല്ലും, അവിടെയും കൊടുക്കും. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാൻ അടുത്ത ഒരാളുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ പ്രപഞ്ചത്തിൽ നിശ്ചിത ധനമേ ഉള്ളൂ. ഇത് പല ആളുകളെ കയ്യിലാക്കി ഇങ്ങനെ ചക്രം പോലെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. വിഷ്ണു ചക്രം പോലെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് മാത്രം, ഒന്നും സ്ഥിരമല്ല. ഇപ്പം പണം ഒരിക്കലും സ്ഥിരമല്ല എന്നറിയുക. അപ്പോൾ നമ്മളതിൽ കുറച്ച് പൈസ വന്നെന്നും പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കാനും പോണ്ട, പൈസ ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കാനും പോണ്ട. പൈസ വരും, എല്ലാം പ്രപഞ്ചത്തിലുണ്ട്, നമ്മളത് പ്രയത്നിച്ച് വായിച്ചാൽ മതി. ഇന്ന് നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വ്യാഴം ഇന്നിപ്പോൾ ഇടവ രാശിയിൽ നിൽക്കുന്ന വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10:30 മണി കഴിയുമ്പോൾ വ്യാഴഭഗവാൻ അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കും. കർക്കിടകത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് പ്രവേശിക്കും. ഇത് 2026 ജൂൺ മാസം 1-ാം തീയതി വരെ നിൽക്കും. ഇതിനിടയ്ക്ക് വെച്ച് ചെറിയ സ്ഥാനചലനം, കുറച്ച് ദിവസം മാറി കർക്കിടകത്തിൽ വന്നിട്ട് തിരിച്ചു പോകും, ഒക്കെ വരുമെങ്കിലും ശരിക്കും മിഥുനത്തിൻ്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ മതി, പൂർവ്വഗതി ഫലത്തെ ചിന്തിച്ചാൽ മതി. ഓരോ രാശിക്കാർക്കും ഈ വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കാരണം ധനമാണ് വ്യാഴം. ഇന്ന് നമുക്ക് ചിങ്ങ രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. പൂരം, മകം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഈ 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് ചിങ്ങരാശി. ചിങ്ങം രാശിക്കാർക്ക് വ്യാഴഭഗവാന്റെ വരവ് വളരെ അനുകൂലപ്രദമാണ്. നിങ്ങൾക്ക് 11ലേക്ക് വ്യാഴം വരികയാണ്. നിങ്ങൾക്ക് 11ാം വ്യാഴമാണ്. ഇപ്പോൾ കണ്ടകശനി ഉണ്ടായിരുന്നു, കണ്ടകശനി മാറി, അഷ്ടമശനി ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കണ്ടകശനിയുടെ അത്ര എഫക്റ്റ് ചെയ്യത്തില്ല അഷ്ടമശനി. പക്ഷേ വ്യാഴത്തിൻ്റെ 11ലേക്ക് വരവ് നിങ്ങളെ വളരെ സപ്പോർട്ട് ചെയ്യും. ലക്ഷം ദോഷം ഗുരുകന്തി, എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ഭഗവാന്റെ പ്രീതി കൊണ്ട്, ഗുരുവിൻ്റെ സപ്പോർട്ടാൽ എന്ത് ദോഷത്തെയും പരിഹരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. വ്യാഴം 11ലേക്ക് വരികയാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാവും. 11ാം വ്യാഴക്കാർക്ക് പൈസ വരുമോ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല, പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നേട്ടം വരും. അതുപോലെ നമുക്ക് ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം വിജയസാധ്യതയുണ്ടാവും. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും, രണ്ടുമല്ലാത്ത ആളിന് തത്തുല്യമായ പദവിയെ കൊടുക്കും. അതുപോലെ ഉള്ള ഐശ്വര്യ ഫലങ്ങൾ കുടുംബത്തിൽ വന്നു ചേരും. 11ാം വ്യാഴം നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും വിജയത്തിലേക്ക് വരുമെന്നാണ്. ബിസിനസ് ചെയ്താലും വിജയിക്കും, അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അത് വിജയത്തിലേക്ക് വരും. പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് വരും. എല്ലാത്തിനും കൊള്ളാവുന്ന സമയത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിൻ്റെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം എന്തിനാണ്, ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് അഡ്വാൻസായിട്ട് ഞങ്ങൾ ഇട്ട് തരുന്നുണ്ട്.
ഇപ്പോൾ വീഡിയോകൾ നമുക്ക് ഓരോന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വരുന്നതിന് മുമ്പേ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം നല്ല പ്രാപ്തമായി നിന്നുകൊണ്ട് 11 വേഴം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ തുടങ്ങിക്കൊള്ളണം. വാഴ നട്ട് പിറ്റേന്ന് കൊലമുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാം ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് അറിയണം. അല്ലെങ്കിൽ വേഴം മാറി എന്നറിഞ്ഞതിന് ശേഷം ഓരോന്ന് തുടങ്ങി അത്രയും സമയം വേസ്റ്റ് ചെയ്ത് പോകും. നമുക്ക് സമയം അത്രയും ഇല്ല. ജീവിതയാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനെ നല്ല റോഡ് കിട്ടുകയുള്ളൂ. ആ റോഡിൽ മാക്സിമം ഓടി കവർ ചെയ്യണം. അതുപോലെ ഈ ചാനൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും കൂടി രക്ഷപ്പെട്ട് ഇതുപോലെ നല്ല സമയം പറഞ്ഞവർ നമ്മളെപ്പോലെ അവരും രക്ഷപ്പെട്ടാലേ എല്ലാവരും രക്ഷപ്പെടുമ്പോഴാണ് നാട് നന്നാവണേ, ലോകം നന്നാവണേ. അപ്പോൾ എല്ലാവർക്കും നല്ലത് പറ്റ് അതിന് വേണ്ടി ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ തന്നെ ചാനലുകളിൽ പ്രോഗ്രാം നേരത്തെ ചെയ്തുകൊണ്ട് പലരും അഡ്വാൻസ് ആയിട്ട് വിളിച്ച് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റി, എനിക്കത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഞാൻ ചെന്ന് പെടുമായിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ദോഷമായിട്ടുള്ളവർക്ക് പരിഹാരം പറഞ്ഞൊക്കെ പരിഹാരം ചെയ്ത് അതിജീവിക്കാൻ സാധിച്ചു. ഞാൻ നേരത്തെ തന്നെ എനിക്ക് പരിഹാരവും ചെയ്യാൻ പറ്റി. പരിഹാരമൊക്കെ ചെയ്യണത് നമ്മളെപ്പോഴും അഡ്വാൻസ് ചെയ്ത് പരിഹാരം ചെയ്തില്ലെങ്കിൽ പരിഹാരവും ഫലിക്കാതെ വരും. ഒരു അസുഖത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിട്ട് കൊണ്ടുവന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയ രോഗമൊന്നും മാറത്തില്ല. അതുപോലെയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഗുരുവിൻ്റെ സഹായത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.